അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ ആ രഹസ്യ നീക്കം. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ആണവ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയാണോ? ലോകത്തിന്റെ പ്രധാന ഇന്ധനപാതയായ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ തണുപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾ മുറുകുന്നതിനിടയിലാണ് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തുന്ന ആ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശത്രുക്കൾക്ക് സ്വപ്നത്തിൽ പോലും തകർക്കാനോ കൈവശപ്പെടുത്താനോ കഴിയാത്ത വിധം തങ്ങളുടെ യുറേനിയം ശേഖരം ഇറാൻ എവിടെയോ ഒളിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമമായ CNN പുറത്തുവിട്ട ആഗോള ശക്തികളുടെ ഉറക്കം കെടുത്തുന്ന ആ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് നോക്കാം. CNN റിപ്പോർട്ടുകൾ പ്രകാരം ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന നിലവാരത്തിലുള്ള യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നതായി കരുതപ്പെടുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ ഇറാൻ മനഃപൂർവ്വം തകർത്തതായും പ്രവേശന കവാടങ്ങൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ബൂബി ട്രാപ്പ് ചെയ്തതായും അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തുന്നു. ഇതോടെ ഏതെങ്കിലും സൈനികമോ സാങ്കേതികമോ ആയ ദൗത്യത്തിലൂടെ ഈ വസ്തുക്കൾ വീണ്ടെടുക്കുകയോ നിയന്ത്രണത്തിലാക്കുകയോ ചെയ്യുന്നത് മുമ്പത്തേക്കാൾ വളരെ ബുദ്ധിമുട്ടുള്ളതും അപകടകരവുമായിരിക്കുകയാണ്. ഏകദേശം 1/2 ടൺ ഭാരമുള്ള അത്യധികം സമ്പുഷ്ടമായ യുറേനിയം ഇറാന്റെ കൈവശമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഈ ശേഖരം പിടിച്ചെടുക്കാൻ അമേരിക്ക സൈനിക നടപടി പരിഗണിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വസ്തുക്കൾ ഭൂമിക്കടിയിൽ കൂടുതൽ ആഴത്തിൽ സുരക്ഷിതമാക്കിയതിനാൽ അവ പുറത്തെടുക്കുന്നത് വൻ എഞ്ചിനീയറിംഗ് ദൗത്യമായി മാറിയിരിക്കുകയാണ്. തുരങ്കങ്ങൾ തകർന്നു കിടക്കുന്നതും പ്രവേശന മാർഗങ്ങൾ മൈനുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നതും മൂലം അതിലേക്ക് പ്രവേശിക്കുന്ന ഏത് സംഘത്തിനും ഗുരുതരമായ അപകട സാധ്യത നേരിടേണ്ടി വരും. ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കരാറിന്റെ പ്രധാന ഘട്ടങ്ങളിൽ ഒന്നാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഭാവി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണയും പൊതുവേദികളിൽ പറഞ്ഞിട്ടുള്ളത് ഇറാന്റെ ആണവ ശേഖരം സുരക്ഷിതമാക്കുക എന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ മുൻഗണനകൾ ഒന്നാണെന്നാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനും മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഏത് കരാറിലും ആണവ വിഷയത്തിന് നിർണായക സ്ഥാനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. CNN റിപ്പോർട്ട് പ്രകാരം ഇരു രാജ്യങ്ങളും ഒരു താൽക്കാലിക ധാരണയിൽ എത്തുന്നതിനോട് അടുത്തിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ വാക്കുകളിൽ ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുന്ന തരത്തിലുള്ള കരാറിനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ശേഖരം ആദ്യം സുരക്ഷിതമാക്കുകയും പിന്നീട് നശിപ്പിക്കുകയോ രാജ്യത്തിന് പുറത്തേക്ക് മാറ്റുകയോ ചെയ്യുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്കയും ഇറാനും വ്യത്യസ്ത വിശദീകരണങ്ങളാണ് നൽകുന്നത്. അതിനാൽ കരാറിന്റെ യഥാർത്ഥ നിബന്ധനകൾ ഇപ്പോഴും അവ്യക്തമാണ്. ഇതിനിടെ കരട് കരാറിന്റെ ചില ഭാഗങ്ങൾ ഇറാനിയൻ മാധ്യമങ്ങളിലേക്ക് ചോർന്നതും പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് ഈ സംഭവത്തിൽ ശക്തമായ അസംതൃപ്തി രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ ചർച്ചകൾ കൂടുതൽ സങ്കീർണമാകുമോ എന്ന ആശങ്ക നയതന്ത്ര വൃത്തങ്ങളിൽ ഉയർന്നിട്ടുമുണ്ട്. ആണവ സുരക്ഷാ വിദഗ്ധരും നിലവിലെ സാഹചര്യത്തെ ഗൗരവത്തോടെയാണ് കാണുന്നത്. 2017 മുതൽ 2021 വരെ അമേരിക്കയുടെ നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റീവിലെ ന്യൂക്ലിയർ മെറ്റീരിയൽ റിമൂവൽ ഓഫീസിന്റെ തലവനായി പ്രവർത്തിച്ച സ്കോട്ട് റോക്കർ CNN പറഞ്ഞത് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഉയർന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം വീണ്ടെടുക്കുന്നത് വളരെ സങ്കീർണമായ ദൗത്യമായി മാറുമെന്നാണ്. ഭൂഗർഭ ശേഖരത്തിന്റെ ഒരു ഭാഗം പോലും പിന്നീട് കണ്ടെത്താനാകില്ലെന്ന് ഇറാൻ അവകാശപ്പെടാനുള്ള സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അങ്ങനെ സംഭവിച്ചാൽ ഭാവിയിൽ ഇറാന് വീണ്ടും ആ വസ്തുക്കളിലേക്ക് പ്രവേശനം നേടാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുക ഏറെ പ്രയാസകരമാകും. അന്താരാഷ്ട്ര നിരീക്ഷകർ വിശ്വസിക്കുന്നത് ഇറാന്റെ പ്രധാന ആണവ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ ആണവ സമുച്ചയത്തിനടിയിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലാണെന്നാണ്. കൂടാതെ മറ്റു ചില രഹസ്യ കേന്ദ്രങ്ങളിലും അധിക വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടാകാമെന്നാണ് സംശയം. ഈ സ്ഥലങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ പൊതുവായി ലഭ്യമല്ലെങ്കിലും അമേരിക്കയും സഖ്യകക്ഷികളും ഉപഗ്രഹ നിരീക്ഷണവും ഇന്റലിജൻസ് ശേഖരണവും ശക്തമാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ തന്നെ ഈ യുറേനിയം ശേഖരം പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു പ്രത്യേക സൈനിക ഓപ്പറേഷൻ അമേരിക്ക തയ്യാറാക്കിയിരുന്നുവെന്നാണ് CNN നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പിന്നീട് ഇറാൻ സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കിയതോടെ ആ ദൗത്യം കൂടുതൽ അപകടകരമായി മാറി. ഭൂമിക്കടിയിൽ ആഴത്തിൽ മറച്ചുവെച്ചിരിക്കുന്ന വസ്തുക്കൾ കണ്ടെത്താനും പുറത്തെടുക്കാനും കനത്ത ഉത്ഖനന ഉപകരണങ്ങളും സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്ന വിദഗ്ധ സംഘങ്ങളും ആവശ്യമായി വരും. ഇത് ദിവസങ്ങളോ ആഴ്ചകളോ നീളുന്ന അതിസങ്കീർണമായ ഒരു പ്രക്രിയയായിരിക്കും. ട്രംപ് തന്നെ മുമ്പ് ഈ വിഷയത്തിലെ അപകട സാധ്യത അംഗീകരിച്ചിട്ടുണ്ട്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആണവ വസ്തുക്കൾ ഇറാനികൾക്ക് പിന്നീട് രഹസ്യമായി വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തെക്കുറിച്ച് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതേസമയം ആ വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനം അമേരിക്കയ്ക്ക് അറിയാമെന്നും ആരും അതിനടുത്ത് പോലും എത്തിയിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നിരുന്നാലും യുറേനിയം ശേഖരം ഒരു സാധ്യതാപരമായ സൈനിക ലക്ഷ്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പരസ്യമായി ചർച്ച ചെയ്തു തന്നെ ഇറാനെ കൂടുതൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചിരിക്കാമെന്നാണ് ചില ഇന്റലിജൻസ് വൃത്തങ്ങളുടെ വിലയിരുത്തൽ. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് അമേരിക്ക നേരിടുന്ന വെല്ലുവിളിയുടെ ഒരു ഭാഗം തങ്ങളുടെ സ്വന്തം രാഷ്ട്രീയ സന്ദേശങ്ങളുടെ പ്രത്യാഘാതം കൂടിയാണെന്നാണ് ചില വിദഗ്ധരുടെ നിരീക്ഷണം. ഇനി വരും ദിവസങ്ങളിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചാലും യഥാർത്ഥ വെല്ലുവിളി അതിന് ശേഷമായിരിക്കും. യുറേനിയം ശേഖരത്തിന്റെ കൃത്യമായ അളവ്, സംഭരണ കേന്ദ്രങ്ങളുടെ സ്ഥാനം, അവയുടെ സുരക്ഷിത നീക്കം ചെയ്യൽ, അന്താരാഷ്ട്ര പരിശോധനകൾ എന്നിവയെക്കുറിച്ച് ദീർഘവും സങ്കീർണവുമായ സാങ്കേതിക ചർച്ചകൾ നടക്കേണ്ടി വരും.
ലോകത്തിലെ ഏറ്റവും മികച്ച ആണവ സുരക്ഷാ വിദഗ്ധർക്ക് പോലും ഈ ദൗത്യം പൂർത്തിയാക്കാൻ ആഴ്ചകളോ മാസങ്ങളോ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. ശത്രുക്കളുടെ അത്യാധുനിക ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത വിധം ഇറാന്റെ ആണവ ഇന്ധനം സുരക്ഷിതമാക്കപ്പെട്ടതോടെ അമേരിക്കയുടെ സൈനിക ഭീഷണികളുടെ മൂർച്ച കുറഞ്ഞിരിക്കുകയാണ്. ഉപരോധങ്ങളുടെയും പരമ്പരാഗത നയതന്ത്രത്തിന്റെയും കാലം കഴിഞ്ഞുവെന്നും തങ്ങളെ ആർക്കും എളുപ്പത്തിൽ വിരട്ടാനാകില്ലെന്നുമാണ് ഇറാൻ ഈ നീക്കത്തിലൂടെ തെളിയിക്കുന്നത്. വരും നാളുകളിൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് ഇരുപക്ഷവും മുതിർന്നേക്കില്ലെങ്കിലും ആഗോള ഊർജ്ജ വിപണിയെയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയും നിഴലിൽ ആഴ്ത്തിക്കൊണ്ട് അതീവ സങ്കീർണമായ സൈബർ യുദ്ധങ്ങളിലേക്കും രഹസ്യ നീക്കങ്ങളിലേക്കുമാകും കാര്യങ്ങൾ വഴിമാറുക. ചുരുക്കത്തിൽ ഭൂമിക്കടിയിലെ രഹസ്യ അറകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഈ യുറേനിയം ശേഖരം ഏത് നിമിഷവും ആഗോള സമവാക്യങ്ങളെ തകിടം മറിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ടൈം ബോംബാണ്. വിട്ടുവീഴ്ചകൾക്ക് ആരും തയ്യാറാകാത്ത പക്ഷം ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പുതിയ ശീതയുദ്ധത്തിലേക്കായിരിക്കും ഈ ആണവ രഹസ്യം വഴി തുറക്കുന്നത്.